നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ് പരിശോധനാ കിറ്റുകൾ കേരളം നൽകും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് കോവിഡ് പരിശോധനയ്ക്ക് ആവശ്യമായ പരിശോധനാ കിറ്റുകൾ സംസ്ഥാനം നൽകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്ത. പരിശോധനയ്ക്ക് ആവശ്യമായ ട്രൂനാറ്റ് കിറ്റുകൾ നൽകുവാൻ സർക്കാർ ആലോചിച്ചു വരികയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നത്. പരിശോധനാ കിറ്റുകൾ ലഭ്യമാക്കുന്നതിന് അതാത് എംബസികളുടെ അനുവാദം ആവശ്യമുണ്ട്. ഇതിനായി ഇപ്പോൾ ശ്രമിച്ചു വരികയാണ് നമ്മൾ. നിലവിൽ UAE, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ പരിശോധനാ സൗകര്യങ്ങൾ ഉണ്ട് താനും. എന്നാൽ പരിശോധന സൗകര്യം ഇല്ലാത്ത സൗദി, കുവൈറ്റ്, ബഹ്റിൻ, ഒമാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളെ സംസ്ഥാന സർക്കാർ സഹായിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു. സംസ്ഥാനത്ത് ഇതുവരെ 2,79,657 പേരാണ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത്. ഇതിൽ 1,172 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. 669 പേർ വിദേശ രാജ്യത്ത് നിന്ന്, 503 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ഇന്ന് 97 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. 89 പേർക്ക് രോഗമുക്തി നേടിയിട്ടുമുണ്ട്. രോഗം ബാധിച്ചവരിൽ 65 പേർ വിദേശത്ത് നിന്ന് വന്നവരാണ്. 29 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുമാണ്. സമ്പർക്കം വഴി 3 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച ഇന്ന് ഒരാൾ കൂടി നമ്മുടെ സംസ്ഥാനത്ത് മരിച്ചിട്ടുമുണ്ട്. കോവിഡ് വ്യാപനം ഉയർന്നാൽ മിഷൻ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. രോഗവ്യാപനം ഉയർന്നാൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ആവശ്യമായി വരികയും ചെയ്യും. ഇതിനായി വിപുലമായ പദ്ധതി തയ്യാറാണെന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർവീസിലുള്ള 45 വയസ്സിൽ താഴെയുള്ളവരിൽ നിന്ന് പ്രത്യേകം ആളുകളെ റിക്രൂട്ട് ചെയ്ത് ആവശ്യമായ പരിശീലനം നൽകും. ആരോഗ്യരംഗത്തെ വിവിധ കോഴ്സുകൾ പഠിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾ, തൊഴിൽ രഹിതരായ ആരോഗ്യ പ്രവർത്തകർ, വിരമിച്ച ആരോഗ്യരംഗത്തെ പ്രൊഫഷണലുകൾ, അതുപോലെ തന്നെ NCC പോലുള്ള മറ്റ് പ്രവർത്തകർ, താല്പര്യമുള്ള യുവാക്കൾ എന്നിവരെല്ലാം ചേർത്ത വിവിധ വകുപ്പുകളുടെ സഹായത്തോടുകൂടി പരിശീലനം നൽകി മിഷൻ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ ഒരുക്കുകയും ചെയ്യും. ഏത് ജില്ലയിലാണോ ആവശ്യം വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഉപയോഗിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു.